അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസിക്കും വേദം നൽകപ്പെട്ടതാകുന്ന ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത്താഴം കഴിക്കലാണ്. അത്താഴം കഴിക്കൽ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാരായ ആളുകളും യുവാക്കളും യുവതികളുമൊക്കെ അത്താഴ സമയത്ത് ഉമ്മമാർ വന്ന് വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ വാക്കുകളെ തൃണവൽഗണിച്ച് ഉറക്കിലേക്ക് വഴുതി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്കലത്തു സഹർ. നമ്മളും വേദം നൽകപ്പെട്ടതാകുന്ന ആളുകൾക്കും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നോമ്പിൻ്റെ കാര്യത്തിൽ അത്താഴം കഴിക്കലാണ്. അപ്പോൾ സത്യവിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്താഴം കഴിക്കൽ വളരെയേറെ പുണ്യമാണ്. അതുകൊണ്ടാണ് മറ്റൊരു വാക്യം, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക്കത്തുൻ, നിങ്ങൾ അത്താഴം കഴിക്കൻ, അതിൽ വലിയ ബറക്കത്തുള്ള ഭക്ഷണമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രവാചകൻ്റെ അധ്യാപനം അന്വർത്ഥമാക്കി നമ്മൾ നിലകൊള്ളിൻ. അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നോമ്പ് തുറക്കുന്ന സമയം ധൃതി കാണിക്കുകയും അത്താഴം അല്പം പിന്തിക്കുകയും വേണം. എന്നാൽ ആ പിന്തിക്കൽ ബാങ്ക് വിളിക്കുന്നതിനോട് ചേർന്നല്ല. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ആയത്തെങ്കിലും ഓതാനുള്ള സമയം നമുക്കുണ്ടാവണം. അതിനുശേഷം പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ സാധ്യമാകണം. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ ആ സമയത്ത് നമ്മൾ വിനിയോഗിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ചര്യ പിൻപറ്റുന്ന സാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.